നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50% നികുതി വർദ്ധിപ്പിച്ച കേരള ബഡ്ജറ്റ് ഫെബ്രുവരി 7 ധനകാര്യമന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. പാവപ്പെട്ട ജനങ്ങളെ പിഴിയുന്ന ഭൂനികുതി വർധനയിലൂടെ പ്രതിവർഷം 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. 2025 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധിയിലുള്ള ഭൂമിക്ക് വിവിധ സ്ലാബ് നിരക്കുകളാണുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും 50% വർദ്ധിപ്പിച്ച നികുതി നിരക്കാണ് ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയത്. 2014 2018 2022 വർദ്ധിപ്പിച്ച ഭൂനികുതിയാണ് 2025 വീണ്ടും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 4 സെൻറ്റ് സ്ഥലമുള്ള അത്താഴപ്പട്ടിണിക്കാരന് 750% നികുതി വർധനവും, 5 ഏക്കറിന് മുകളിൽ സ്ഥലമുള്ളവർക്ക് 225% വർധനവും വരുത്തി സോഷ്യലിസം നടപ്പാക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. 2025 മുതൽ പഞ്ചായത്തിൽ 8.16 വരെ, അതായത് 20 സെൻറ്റ് വരെ, R1 7.5 രൂപയും 8.16 മുകളിൽ R1 12 രൂപയുമാക്കി വർദ്ധിപ്പിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ 2.436 വരെ, അതായത് 6 സെൻറ്റ് വരെ, R1 15 രൂപയും 2.436 മുകളിൽ R1 22 രൂപയും ആക്കി വർദ്ധിപ്പിച്ചു. ഇത് കോർപ്പറേഷനിൽ 1.626 വരെ, അതായത് 4 സെൻറ്റ് വരെ, R1 30 രൂപയും 1.626 മുകളിൽ R1 45 രൂപയുമാക്കി ഉയർത്തി. എല്ലാ സ്ലാബുകാർക്കും 50% നികുതി വർധനവ് നടപ്പിലാക്കിയപ്പോൾ മുൻ വർഷങ്ങളിൽ നടപ്പാക്കിയ അശാസ്ത്രീയമായ വർധനവിലെ തെറ്റുകൾ തിരുത്താൻ മെനക്കെടാതെ പാവപ്പെട്ടവനെ വീണ്ടും ഞെക്കിപ്പിഴിയുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. 2018 2022 2025 വർഷത്തിലെ നികുതി വർധനവിലൂടെ പഞ്ചായത്തിൽ 20 സെൻറ്റ് വരെ ഭൂമിയുള്ളവർക്കും, മുനിസിപ്പൽ പരിധിയിൽ 6 സെൻറ്റ് വരെ ഭൂമിയുള്ളവർക്കും, കോർപ്പറേഷനിൽ 4 സെൻറ്റ് വരെ ഭൂമിയുള്ളവർക്കും 750% നികുതി വർദ്ധിപ്പിച്ച സർക്കാർ 5 ഏക്കറിന് മുകളിൽ സ്ഥലമുള്ള ഭൂവുടമയ്ക്ക് 225% നികുതി വർധനവിൽ ഒതുക്കി നിർത്താൻ കാണിച്ച ശുഷ്കാന്തി എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. 2014-2018 കാലയളവിൽ 3 സ്ലാബ് റേറ്റാണ് ഭൂനികുതിയിൽ നിലനിന്നിരുന്നത്. പഞ്ചായത്ത് പരിധി വരുന്ന ഭൂമിക്ക് 2018 വരെ 8.6 വരെ ഒരു സ്ലാബും, 2 ഹെക്ടർ വരെ മറ്റൊരു സ്ലാബും, 2 ഹെക്ടറിന് മുകളിൽ വേറൊരു സ്ലാബുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മുനിസിപ്പൽ പരിധി വരുന്ന ഭൂമിക്ക് 3.6 വരെ ഒരു സ്ലാബും, 2 ഹെക്ടർ വരെ മറ്റൊരു സ്ലാബും, 2 ഹെക്ടറിന് മുകളിൽ വേറൊരു സ്ലാബുമാണ് ഉണ്ടായിരുന്നത്. കോർപ്പറേഷൻ പരിധി വരുന്ന ഭൂമിക്ക് 2.6 വരെ ഒരു സ്ലാബും, 2 ഹെക്ടർ വരെ മറ്റൊരു സ്ലാബും, 2 ഹെക്ടറിന് മുകളിൽ മറ്റൊരു സ്ലാബുമാണ് ഉണ്ടായിരുന്നത്. 2018 മുതൽ 2 സ്ലാബ് റേറ്റാക്കി മാറ്റിയാണ് ഭൂമിക്ക് നികുതി ഈടാക്കുന്നത്. പഞ്ചായത്ത് പരിധി വരുന്ന ഭൂമിക്ക് 8.16 വരെ, അതായത് 20 സെൻറ്റ് വരെ ഒരു സ്ലാബും അതിനു മുകളിൽ മറ്റൊരു സ്ലാബും, മുനിസിപ്പാലിറ്റിയിൽ 2.436 വരെ, അതായത് 6 സെൻറ്റ് വരെ ഒരു സ്ലാബും അതിനു മുകളിൽ മറ്റൊരു സ്ലാബും, കോർപ്പറേഷൻ പരിധിയിൽ ഇത് 1.626 വരെ, അതായത് 4 സെൻറ്റ് വരെ ഒരു സ്ലാബും അതിനു മുകളിൽ മറ്റൊരു സ്ലാബുമാക്കി മാറ്റി. പഞ്ചായത്ത് പരിധി വരുന്ന ഭൂമിക്ക് 2014-2018 വരെ 8.6 വരെ, അതായത് 20 സെൻറ്റ് വരെ, R1 1 രൂപയായിരുന്നത് ഇപ്പോഴത്തെ വർധനവ് നിലവിൽ വരുമ്പോൾ R1 7.5 രൂപയായി വർദ്ധിക്കും, അതായത് 750% വർധനവ്. 2 ഹെക്ടറിന് മുകളിൽ ഭൂമിയുള്ള ഒരാൾക്ക് 2014-2018 വരെ ഓരോ ആറിനും 5 രൂപയായിരുന്നത് ഇപ്പോൾ 12 രൂപ മാത്രം, അതായത് 240% വർധനവ്. ഇത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലോ 2014-18 വരെ 3.6 വരെ ഒരാറിന് 2 രൂപയായിരുന്നത് ഇപ്പോഴത്തെ വർധനവ് നിലവിൽ വരുമ്പോൾ 2.436 വരെ,
അതായത് 6 സെൻറ്റ് വരെ 6/1 15 രൂപയായി വർദ്ധിക്കും. അതായത് 750% വർധനവ്. 2 ഹെക്ടറിന് മുകളിൽ ഭൂമിയുള്ള ഒരാൾക്ക് 2014-18 ഓരോ ആറിനും 10 രൂപയായിരുന്നത് ഇപ്പോൾ 22.5 രൂപ. അതായത് വർധനവ് 225% മാത്രം. കോർപ്പറേഷനിൽ 2014-18 വരെ 2/6 വരെ 6-ന് 4 രൂപയായിരുന്നത് ഇപ്പോഴത്തെ വർധനവ് നിലവിൽ വരുമ്പോൾ 1.62 വരെ, അതായത് 4 സെൻറ്റ് വരെ 6/1 30 രൂപയായി വർദ്ധിക്കും. അതായത് 750% വർധനവ്. 2 ഹെക്ടറിന് മുകളിൽ ഭൂമിയുള്ള ഒരാൾക്ക് 2014-18 വരെ ഓരോ ആറിനും 20 രൂപയായിരുന്നത് ഇപ്പോൾ 45 രൂപ. അതായത് വർധനവ് 225% മാത്രം. ചാർട്ട് നോക്കിയാൽ ഈ വർധനവ് വിശദമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 20 സെൻറ്റ് ഭൂമിക്ക് പഞ്ചായത്ത് പരിധിയിൽ 2014-18 വരെ 8 രൂപ ഭൂനികുതി ആയിരുന്നത് 2018 20 രൂപയായും 2022 40 രൂപയായും 2025 60 രൂപയായും വർദ്ധിച്ചു. അതായത് 8 രൂപയിൽ നിന്നും 60 രൂപയാക്കി ഉയർത്തി. വർധനവ് 750%. മുനിസിപ്പൽ പരിധിയിൽ 6 സെൻറ്റ് ഭൂമിയുള്ള ആൾക്ക് 2014-2018 വരെ 4.86 രൂപ അടച്ചിരുന്നത് 2018 12.15 രൂപയായും 2022 24.3 രൂപയായും 2025 36.45 രൂപയായും വർദ്ധിപ്പിച്ചു. അതായത് 4.86 രൂപയിൽ നിന്നും 36.45 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതുപോലെ കോർപ്പറേഷൻ പരിധിയിൽ 4 സെൻറ്റ് ഭൂമിക്ക് 2014-2018 വരെ 6.48 രൂപ ആയിരുന്നത് 2018 16.2 രൂപയായും 2022 32.4 രൂപയായും 2025 48.6 രൂപയായും വർദ്ധിപ്പിച്ചു. അതായത് 6.48 രൂപയിൽ നിന്നും 48.6 രൂപയാക്കി ഉയർത്തി. വർധനവ് 750%. 2018 വരെ പഞ്ചായത്തിൽ 20 സെൻറ്റ് വരെ ഒരാറിന് 1 രൂപ നികുതി ഉള്ളപ്പോൾ 2 ഹെക്ടറിന് മുകളിൽ വരുന്ന ഓരോ ആറിനും 5 രൂപ നികുതി ഉണ്ടായിരുന്നു. അതായത് 5 ഇരട്ടി നികുതി. പണക്കാരിൽ നിന്നും കൂടുതൽ നിരക്ക് ഈടാക്കുന്ന സാമാന്യ രീതി. നികുതി കൂട്ടിക്കൂട്ടി 2025 പഞ്ചായത്തിൽ 20 സെൻറ്റ് വരെ ഒരാറിന് 7.5 രൂപ നികുതിയാക്കിയപ്പോൾ 8.16 മുകളിൽ 6/1 12 രൂപയിൽ നിലനിർത്താൻ ശ്രമിച്ചു. അതായത് 1.6 ഇരട്ടി. എല്ലാവർക്കും ഒരേ നികുതി ഏർപ്പെടുത്തി സോഷ്യലിസം നടപ്പാക്കുന്ന പുതിയ രീതി. കേന്ദ്ര സർക്കാർ ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് റിബേറ്റ് നൽകിയപ്പോൾ 60,000 രൂപ വരെ അധിക വരുമാനം കിട്ടിയവരെ ഒന്ന് തൊടാൻ പോലും തയ്യാറാകാത്ത മന്ത്രി ഭൂനികുതി വർദ്ധിപ്പിച്ചും 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് അധിക നികുതി ഈടാക്കിയും പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടുവാരുന്ന സമീപനമാണ് സ്വീകരിച്ചത്. 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റി മറ്റൊന്ന് വാങ്ങാൻ റിബേറ്റ് കൊടുക്കാതെ അധിക നികുതി നടപ്പാക്കി പാവപ്പെട്ടവൻ്റെ കയ്യിലുള്ള പഴയ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂയും കുറച്ച് ഇനി പുതിയ വണ്ടി സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് ബഡ്ജറ്റിലൂടെ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ വർധനവിലെ തെറ്റുകൾ തിരുത്താൻ സർക്കാർ ശ്രമിക്കുമെന്ന് നമുക്ക് ആശിക്കാം. ഇതുപോലുള്ള വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. നന്ദി, നമസ്കാരം.